പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ഗാനങ്ങൾ ചിലപ്പോൾ അടിപൊളിയാകാം, ആസ്വദിക്കും. കുറെ പേര് കൂടുതൽ ആസ്വദിച്ചത് വരും. അത് ചിലപ്പോൾ അതിൽ കിടക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഗാനമേളയോട് ഞങ്ങൾക്കൊരു ഭയമുള്ളത്. എങ്കിലും ആസ്വാദകരെ ഞങ്ങൾ എപ്പോഴും അഭിനന്ദിക്കണം. നിങ്ങൾക്കെല്ലാം പ്രത്യേക നന്ദി. തേക്കടി പുഷ്പമേള നാളെ സമാപിക്കുകയാണ്. 11 ദിവസം നീണ്ടുനിന്ന ഈ പുഷ്പമേളയിൽ സമാപന ദിവസമായ നാളെ രാവിലെ 9 മുതൽ മേളനഗറിലേക്ക് പ്രവേശനം ആരംഭിക്കും. വൈകുന്നേരം 6 മണിക്ക് സമാപന സമ്മേളനം നടക്കും. ഇവിടെ നടന്ന കലാ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ നാളെ വൈകുന്നേരം 6 മണിക്കുള്ള യോഗത്തിൽ വെച്ച് വിതരണം ചെയ്യുന്നതാണ്. യോഗത്തിന് ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം ടി തോമസ് അധ്യക്ഷത വഹിക്കും. സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട MLA ശ്രീമതി ES ബിജുമോഹൻ ഉദ്ഘാടനം ചെയ്യും. വ്യാപാരി വ്യവസായി ഏകോപന സംസ്ഥയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ മാരിയൽ കൃഷ്ണൻ നായർ ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതാണ്. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിനെ തുടർന്ന് അമൃത നൃത്തപദം ഒരുക്കുന്ന സംഗീത സന്ധ്യ നാളെ സമാപന പരിപാടിയായി ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. 11 ദിവസക്കാലം കൊണ്ട് 50,000-ന് മേൽ ആളുകൾ ഇന്നലെ വരെ സന്ദർശിച്ച ഈ മേള ഒരുപക്ഷെ കബളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ആളുകളെ ആകർഷിക്കുവാൻ ഇടയാക്കിയ മേള ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. എല്ലാവർക്കും പ്രത്യേകമായ നന്ദി പറയുന്നു. വിശേഷിച്ചും ഈ മേളയെ കേരളം മുഴുവൻ അറിയിച്ച മാധ്യമ സുഹൃത്തുക്കൾ, ടെലിവിഷൻ ചാനലുകൾ, പത്രമാധ്യമങ്ങൾ തുടങ്ങി എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും പുഷ്പമേളയുടെ അംഗീകവുമായി നന്ദി ഞങ്ങൾ അറിയിക്കട്ടെ. നാളത്തെ സമാപന പരിപാടിയിലും സമാപന ദിവസത്തെ എല്ലാ ചടങ്ങുകളിലും പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ ഇതേപടി അംഗീകരിച്ച് ഞങ്ങൾക്ക് വളരെ സന്തോഷം. നിങ്ങളുടെ നിർലോഭമായ സഹായ സഹകരണം എല്ലാ തരത്തിലും ഞങ്ങൾക്കുണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു. 10 മണി വരെ നമുക്ക് ഐക്യ പ്രവർത്തിക്കാനുള്ള അനുമതിയുള്ളൂ. അതുകൊണ്ട് 10 മണി ആയി നമ്മുടെ മേളനഗറിലെ പ്രവേശനം നിർത്തിയിരിക്കുകയാണ്. ദയവായി ആളുകൾ ഈ കളരിക്ക് സമീപമുള്ള ഗേറ്റിലൂടെ ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. എത്രയും വേഗം പരിപാടി കഴിഞ്ഞ നിലയിൽ എല്ലാവരും പുറത്തിറങ്ങി പരിപാടികൾക്ക് സഹിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നാളത്തെ പരിപാടിയിലും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ടാണ്. മറ്റൊരു അറിയിപ്പ് കൂടി, നാളെ 8ാമത് തേക്കടി പുഷ്പമേള സമാപിക്കും. അതുപോലെ തന്നെ ആയുർവേദ ഔഷധ സസ്യങ്ങളുമെല്ലാം പ്രത്യേക വിലക്കുകളിൽ വിൽക്കപ്പെടുന്നു. നാളെ രാത്രി 8ാമത് തേക്കടി പുഷ്പമേളയുടെ സമാപനം കുറിച്ചുകൊണ്ട് കൃത്യം 7:15 TV ആർട്ടിസ്റ്റും നാഷണൽ വിന്നറുമായ കുമളി ശാന്തി കൃഷ്ണയും